എന്തുകൊണ്ട് ഒരു സോളോ ഹൾക്ക് മൂവി വരുന്നില്ല? MCU സിനിമകളിൽ ക്യാപ്റ്റനും അയൺമാനും തോറും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപ്പിയറൻസ് ഉള്ളത് ഹൾക്കിനാണ്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എത്തുന്നതോടെ എണ്ണത്തിൽ ഹൾക്ക് ഇവരോടൊപ്പം എത്തുകയും ചെയ്യും. പക്ഷേ ഇവർക്ക് ആർക്കുമുള്ള പോലെ ഒരു സോളോ ലീഡ് മൂവി ഹൾക്കിന്, മാർക്ക് റഫലോയുടെ ഹൾക്കിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്താണ് അതിന് കാരണം? 90കളിൽ മാർവൽ അവരുടെ പല ക്യാരക്ടറുകളുടെയും റൈറ്റ്സ് വിറ്റഴിച്ചപ്പോൾ അക്കൂട്ടത്തിൽ ഹൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇവരിൽ പലരുടെയും സോളോ മൂവികൾ നിരന്തരം വന്നപ്പോഴും എന്തുകൊണ്ട് ഹൾക്ക് മാത്രം വന്നില്ല? അന്ന് സെല്ല് ചെയ്ത സ്പൈഡർമാന് ഇതുവരെ വന്നത് 8 ലൈവ് ആക്ഷൻ സിനിമകളും 2 ആനിമേറ്റഡ് സിനിമകളുമാണ്. എക്സ്മെൻ, ഫാന്റാസ്റ്റിക് ഫോർ, ഗോസ്റ്റ് റൈഡർ, അങ്ങനെ എല്ലാവരുടെയും സിനിമകളെത്തി. അപ്പോഴും MCUവിൻ്റെ പില്ലറായ എൻഡ് ഗെയിമിന് ശേഷവും നിരന്തരം പല സിനിമകളിലൂടെയും സീരീസുകളിലൂടെയും മാർവലിലെ സ്ഥിര സാന്നിധ്യമായ ഹൾക്ക് മാത്രം സോളോ മൂവി ഇല്ലാതെ സൈഡ് ക്യാരക്ടറായി നിൽക്കുകയാണ്. തനിക്കൊരു സോളോ മൂവി കിട്ടാത്തതിലുള്ള നിരാശ മാർക്ക് റഫലോയും പലതവണ പ്രകടമാക്കിയിട്ടുണ്ട്. അതിൻ്റെ കാരണവും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഹൾക്കിൻ്റെ റൈറ്റ്സ് വാങ്ങിച്ച യൂണിവേഴ്സൽ പിക്ചേഴ്സും മാർവലും തമ്മിലുള്ള കോൺട്രാക്റ്റാണ് ഈ ഒരു കൺഫ്ലിക്റ്റിന് കാരണം. 2003 ആദ്യത്തെ ഹൾക്ക് സിനിമ വരുന്നത്. ഇരുവരും ചേർന്ന് നിർമ്മിച്ച സിനിമ യൂണിവേഴ്സൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. 2008 മാർവൽ അയൺമാനിലൂടെ പുതിയൊരു സിനിമാറ്റിക് യൂണിവേഴ്സിന് തുടക്കമിട്ടു. ഇതിന്റെ ഭാഗമായി അതേ വർഷമെത്തിയ സിനിമയാണ് ദ ഇൻക്രെഡിബിൾ ഹൾക്ക്. എഡ്വേർഡ് നോർട്ടൺ നായകനായ ചിത്രം 140 മില്യൺ ബജറ്റിലാണ് നിർമ്മിച്ചത്. മാർവലാണ് ആ തുക മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തതും. യൂണിവേഴ്സൽ പിക്ചേഴ്സ് ചിത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. $264 മില്യൺ ആയിരുന്നു ഇൻക്രെഡിബിൾ ഹൾക്കിന്റെ ബോക്സ് ഓഫീസ് നേട്ടം. ലാഭമുണ്ടാക്കിയെങ്കിലും മാർവലിന് സിനിമ നഷ്ടമായാണ് മാറിയത്. ആ കോൺട്രാക്റ്റ് ആണ് അവിടെയും വില്ലൻ. അതുപ്രകാരം ഹൾക്കിന്റെ പേര് ടൈറ്റിലിൽ യൂസ് ചെയ്ത് എപ്പോഴൊരു സിനിമ ഇറക്കിയാലും അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് യൂണിവേഴ്സലിനായിരിക്കണം. അങ്ങനെ സംഭവിച്ചതാണ് ഇൻക്രെഡിബിൾ ഹൾക്ക്. ചിത്രം നേടിയ പ്രോഫിറ്റിൽ അൺഡിസ്ക്ലോസ്ഡ് എമൗണ്ട് യൂണിവേഴ്സലിന് നൽകേണ്ടി വന്നു. മുഴുവൻ തുകയും ഇൻവെസ്റ്റ് ചെയ്ത ഒരു സിനിമ ഇറക്കി അതിൽ വലിയൊരു പങ്ക് തങ്ങളുടെ റൈവലായ മറ്റൊരു സ്റ്റുഡിയോയ്ക്ക് നൽകേണ്ട കാര്യം എന്തെന്ന് മാർവൽ ചിന്തിച്ചു. ഇത് മാർവലിനെ സിനിമയുടെ സീക്വൽ ആലോചനകൾ ഉപേക്ഷിക്കുന്നതിലേക്കും നയിച്ചു. അതേസമയം ലീഡ് സിനിമകൾ ഇറക്കാതെ ഹൾക്കിനെ സൈഡ് ക്യാരക്ടറാക്കി മറ്റു സിനിമകളിലും സീരീസുകളിലും ഉൾപ്പെടുത്താൻ മാർവലിനാകും. അന്നേരം യൂണിവേഴ്സലുമായി പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ 2012 അവഞ്ചേഴ്സിലാണ് മാർക്ക് റഫലോ ആദ്യമായി ഹൾക്കായി എത്തുന്നത്. ഒറിജിനൽ അവഞ്ചേഴ്സിൽ ഒരാളായി. അന്ന് എന്തുകൊണ്ട് എഡ്വേർഡ് നോർട്ടനെ റീപ്ലേസ് ചെയ്തു എന്നത് വലിയൊരു ചോദ്യമായിരുന്നു. മാർവലും നോർട്ടനും തമ്മിലുള്ള ക്രിയേറ്റീവ് ഡിഫറൻസുകളാണ് അതിന് പ്രധാന കാരണം. ഇൻക്രെഡിബിൾ ഹൾക്കിൻ്റെ സമയത്ത് സ്ക്രീൻ പ്ലേ നോർട്ടൻ റീറൈറ്റ് ചെയ്തു. കൂടുതൽ ഡാർക്കർ, ക്യാരക്ടർ ഡ്രിവൺ സിനിമയായിരുന്നു അദ്ദേഹത്തിന് വേണ്ടത്. പക്ഷേ മാർവലിന് കൂടുതൽ ഫാസ്റ്റ് ബേസ്ഡ് ആയ സൂപ്പർ ഹീറോ മൂവിയും. ഫൈനൽ കട്ടിലും നോർട്ടൻ ഹാപ്പി ആയിരുന്നില്ല. അവർ തമ്മിൽ ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടായി. ഇതോടെ അടുത്ത മാർവൽ സിനിമകളിൽ കെവിൻ ഫൈഗി നോർട്ടനെ റീപ്ലേസ് ചെയ്യാൻ തീരുമാനിച്ചു. വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും തുടരേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്നും നോർട്ടൻ പിന്നീട് പറയുകയുണ്ടായി. ഇതിനിടെയാണ് ഡിസ്നി പ്ലസിൽ ഷീ ഹൾക്ക് എത്തിയത്. മാർവലിനാണ് ഈ ക്യാരക്ടറിൻ്റെ ടെലിവിഷൻ സ്ട്രീമിംഗ് റൈറ്റ്സ് ഉള്ളത്. യൂണിവേഴ്സൽ അതിനെ അവരെ തടഞ്ഞില്ല. പക്ഷേ ഷീ ഹൾക്ക് ഒരു സിനിമ ആക്കിയിരുന്നെങ്കിൽ അവിടെ ഒരുപക്ഷെ ചില പ്രശ്നങ്ങൾ ഉയർന്നേനെ. അതേസമയം ഒരു സോളോ ഹൾക്ക് ചിത്രം ഒരിക്കലും ഉണ്ടാകില്ലെന്ന് നിരാശപ്പെടേണ്ട കാര്യമില്ല. അതിനുള്ള വഴികൾ തെളിയുന്നുവെന്നാണ് പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ. ഹൾക്കിൻ്റെ ലൈവ് ആക്ഷൻ തിയേറ്ററിക്കൽ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് ഹോൾഡ് ചെയ്യാനുള്ള യൂണിവേഴ്സലിൻ്റെ കാലാവധി 15 വർഷമാണ്. അവസാനമായ ഒരു ഹൾക്ക് ചിത്രം വന്നത് 2008. അങ്ങനെ നോക്കിയാൽ 2023 ഇരുവരും തമ്മിലുള്ള കോൺട്രാക്റ്റ് പ്രകാരം റൈറ്റ്സ് മാർവലിലേക്ക്, ഡിസ്നിയിലേക്ക് തിരിച്ചെത്തി. അതേ വർഷം ഹോട്ട്സ്റ്റാറിലും ഡിസ്നി പ്ലസിലും ഇൻക്രെഡിബിൾ ഹൾക്ക് തിരിച്ചെത്തിയത് ഇതിന് തെളിവാണ്. അതായത് മാർവലിനാണ് നിലവിൽ ഹൾക്കിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തമെന്ന് സാരം. 2008 ചിത്രത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സും ഡിസ്നിക്ക് തന്നെ. ഇതോടെ ഒരു സോളോ ഹൾക്ക് മൂവിക്കുള്ള സാധ്യത മുൻപത്തേതിനേക്കാൾ ഒരുപാട് വർദ്ധിച്ചിരിക്കുകയാണ്. അതേസമയം മാർവലോ, ഡിസ്നിയോ, യൂണിവേഴ്സലോ ഇതിൽ ഒരു ക്ലാരിഫിക്കേഷൻ തന്നിട്ടില്ല. സ്പൈഡർമാനിൽ ഹൾക്കിനെ വീണ്ടും ആ പഴയ റേഞ്ചിൽ കാണാനാകുമെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന. ഒരുപാട് ഫാൻ തിയറികൾ ഇതിനോടകം വന്നു കഴിഞ്ഞു. ഡൂംസ്ഡേക്ക് മുൻപെത്തുന്ന സിനിമയെന്ന നിലയിലും കോമിക് ആക്യുറസി കാരണവും ബ്രാൻഡ് ന്യൂ ഡേക്കുള്ളത് വൻ ഹൈപ്പാണ്. ഹൾക്കും അതിനൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. മാർവലുമായി നല്ല രീതിയിൽ പങ്കാളിത്തമുണ്ടാക്കാൻ യൂണിവേഴ്സലിനാകില്ലെന്നും അതിനാൽ സ്റ്റാൻഡലോൺ ചിത്രം ഒരിക്കലും സംഭവിക്കില്ലെന്നും മുൻപൊരിക്കൽ മാർക്ക് റഫലോ പറഞ്ഞിരുന്നു. ആ നൂലാമാലകളെല്ലാം ഒഴിഞ്ഞ സ്ഥിതിക്ക് ഒരു ഹൾക്ക് സ്റ്റാൻഡലോൺ സിനിമ മാർവൽ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ആ ഐക്കോണിക് ക്യാരക്ടറും ഒരു സോളോ ചിത്രത്തിന് ഡിസേർവിംഗ് ആണല്ലോ.